Right. In the last, we were discussing about Rutherford model of atom, right? And we have seen Rutherford model of atom just resembles the solar system, in which the small, highly dense nucleus with positively charged protons and chargeless neutrons are embedded in the center of the nucleus. It's concentrated in the center of the nucleus and is called nucleus by Rutherford. And electrons are revolving around the nucleus in a particular path called orbits. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് അല്ലേ? അതിന് പക്ഷേ പിന്നെ ഒരുപാട് അത് definitely it's an improvement of plum pudding model of J.J. Thomson, but still it carries some kind of disadvantages or demerits. Like demerits, demerits, it doesn't about the stability of atom. Atom's stability കൃത്യമായിട്ട് പറയാൻ സാധിച്ചില്ല, right? Then the next thing, so let me go to a different kind of demonstration. Now I will use whiteboard. I was seeing PowerPoint presentation. Now I'm switching my presentation to whiteboard. All right. The second important demerit of Rutherford model of atom was it could not explain the atomic spectra of hydrogen. Atomic spectra of hydrogen. എല്ലാവർക്കും ബോർഡ് കാണാലോ അല്ലേ? ഞാൻ എഴുതുന്നത് കാണാലോ എല്ലാവർക്കും? ആയിരിക്കും മ്യൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്, അവർ മ്യൂട്ട് ചെയ്യാം കേട്ടോ. Okay, right. So atomic spectra, hydrogen atomic spectra, fine spectra, actually it was fine spectra which could not be explained by Rutherford model. Our fine spectra എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ എന്താണ് atomic spectra എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? Atomic spectra എന്ന് അറിയണം. ഒറ്റ സെക്കൻഡേ, കോളേജിൽ നിന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മള് ഇനി നമ്മൾക്ക് ആറ്റോമിക് സ്പെക്ട്ര എന്താണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നെ ഡ്രോബാക്ക് എവിടെയാ വന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം അല്ലേ? സോ ലെറ്റ് മീ ഗിവ് യു സം ഇമ്പോർട്ടന്റ് നോട്ട്സ് ഓൺ ആറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. സോ ഈ സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്പെക്ട്രോസ്കോപ്പി ഇപ്പോ ഫസ്റ്റ് ഇയേഴ്സ് ചിലപ്പോൾ കേട്ട് കാണില്ല, മറ്റുള്ളവർ കേട്ട് കാണും. ഇറ്റ് ഈസ് an experimental technique for determining electronic structure of atom.
ഇലക്ട്രോണിക് സ്ട്രക്ചർ, ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റൽ ടെക്നിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. Spectroscopy. What is spectroscopy? It's an experimental technique for determining the structure of atom. ആറ്റത്തിന്റെ മാത്രമല്ല മോളിക്യൂൾസിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ആറ്റത്തിന്റെ കേസിൽ ആണ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് I am defining spectroscopy in terms of atom by it's an experimental technique for determining the electronic structure of atom. It's called spectroscopy. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ +2 കണ്ടു കാണാം, ഹൈഡ്രജൻ ആറ്റം ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിട്ട് ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒറ്റ സെക്കൻഡ്. No such picture. So it's something like this. You have a discharge tube. A discharge tube, it is connected to battery. High voltage electricity. ഇതിന്റെ അകത്ത് ലോ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഗെറ്റ്സ് ഡിസോസിയേറ്റഡ് ടു ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? A nucleus with a positive charge, the proton, and one electron revolving around the nucleus. ഇതാണ് ഹൈഡ്രജൻ ആറ്റം അല്ലെ? ഇത് ഹൈ എനർജി ഹൈഡ്രജൻ ആറ്റം ആണ്. ഹൈ എനർജി ഹൈഡ്രജൻ ആറ്റത്തിന് പറയുന്ന പേരാണ് എക്സൈറ്റഡ് ഹൈഡ്രജൻ ആറ്റം. ഒന്നും ക്ലിയർ ആവുന്നില്ല. വോയിസ് ക്ലിയർ അല്ല? അല്ല, ഇടക്കിടക്ക് കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. സ്ക്രീൻ ഒന്നും കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? ജ്യോതിർമയ്ക്ക് മാത്രമാണോ അത് വേറെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? സ്ക്രീൻ കാണുന്നുണ്ട്, പക്ഷെ വോയിസ് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്, വോയിസ് ഒന്ന് ഇപ്പോഴെന്റെ വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാണ് സർ. റെഡി അല്ലേ? സോ അപ്പൊ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് വന്നത് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തെ നമുക്ക് പിന്നെ റുദർഫോർഡ് മോഡലിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എന്താണ് സ്പെക്ട്രം എന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ? സോ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് എടുത്ത് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂള് നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക്കൽ എനർജി ഹൈഡ്രജൻ മോളിക്യൂൾ അബ്സോർബ് ചെയ്യും. ഇറ്റ് അബ്സോർബ്സ് ദ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് അണ്ടർഗോ ഡിസോസിയേഷൻ. ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ് അല്ലെ? ദിസ് ഇസ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. ദർ ആർ 2 ഇലക്ട്രോൺസ്. നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ 2 ഇലക്ട്രോൺ അതത് ആളുടെ ഇലക്ട്രോൺ അതത് ഹൈഡ്രജൻ ആറ്റം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഹൈഡ്രജൻ ആറ്റം ആയിട്ട് മാറും അല്ലെ? ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ആറ്റം ഹൈ എനർജി ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും.
അതാണ് വേണ്ട ഹൈ എനർജി ഹൈഡ്രജൻ ആറ്റം. എനർജി കൂടിയ ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പൊ എല്ലാ സിസ്റ്റത്തിനും എനർജി കൂടുതലുള്ള ഒരു സിസ്റ്റത്തിന് എപ്പോഴും എന്തുണ്ടാവും? എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന് എന്തുണ്ട്? എനർജി കൂടുതലുണ്ട്. അപ്പൊ എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ആ എക്സസ് എനർജി അത് പുറന്തള്ളണം, അല്ലെ? എക്സസ് എനർജി അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പുറന്തള്ളണം. സാധാരണഗതിയിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എനർജി കൂടുതലുള്ള മോളിക്യൂള് എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ബാക്കി എക്സസ് എനർജി സാധാരണ റേഡിയേഷൻ ആയിട്ടാണ് എമിറ്റ് ചെയ്യുക. ഇറ്റ് emits excess energy in the form of radiation. ഇനി റേഡിയേഷൻ ആയിട്ടാണ് എമിറ്റ് ചെയ്യുക. ഇപ്പൊ റേഡിയേഷന്റെ കേസിൽ നമ്മൾക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? EM സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആ സ്പെക്ട്രം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചു കാണും. അത് റേഡിയേഷന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയേഷന്റെ ഫ്രീക്വൻസിയുടെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ പല റേഡിയേഷൻ സ്പെക്ട്രത്തിൽ പല ഭാഗത്തായിട്ട് വരും. അത് ചിലത് അൾട്രാവയലറ്റ് റീജിയനിൽ വരും, ചിലത് ഇൻഫ്രാറെഡ് റീജിയനിൽ വരും, ചിലത് പിന്നെ വിസിബിൾ റീജിയനിൽ വരും. വിസിബിൾ റീജിയനിലുള്ളത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അല്ലെ? അപ്പോ അങ്ങനെ പല ഭാഗത്തായിട്ട് കുറെ ലൈൻസ് ആണ് ഹൈഡ്രജൻ ആറ്റം തരുക. ആ ലൈനിന്റെ സ്പെക്ട്രം ഞാനിപ്പോ ഇവിടെ കാണിക്കാം. ഇവിടെ നോക്കുക, ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം എങ്ങനെയുണ്ടാവും ഞാനിപ്പോ കാണിച്ചു തരാം. Where is hydrogen atom spectrum? No. Yes. Oh, that's not hydrogen atom spectrum. That is actually the electromagnetic spectrum. This is electromagnetic spectrum. Hydrogen atom spectrum. I will just show you another picture. Yes, this one. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം. എല്ലാവർക്കും കാണുന്നുണ്ടാവുന്ന കരുതുന്നു. ഇതില് ഒരുപാട് ലൈൻസ് ആണ് കിട്ടുന്നത്. ഇപ്പൊ ഈ റെഡ് ലൈൻസ് നമ്മൾക്ക് എങ്ങനെയാ സ്പെക്ട്രം കിട്ടുക? ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റം എക്സസ് എനർജി അത് എന്ത് ചെയ്യും? പുറന്തള്ളുമ്പോൾ ആ പുറന്തള്ളുന്നത് നമ്മൾക്ക് കാണാൻ കഴിയണമെങ്കിൽ വിസിബിൾ റീജിയനിലുള്ളത് മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയുള്ളൂ. മറ്റുള്ള റീജിയൻസിലുള്ളതൊക്കെ കാണാൻ കഴിയണമെങ്കിൽ ഇറ്റ് ഹാസ് ടു പുട്ട് ഇറ്റ് ഓൺ എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റില്, ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമില് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ആരോ മ്യൂട്ട് ചെയ്യാൻ വിട്ടുപോയിരുന്നു. ഓക്കെ, റൈറ്റ്. അപ്പൊ അത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റില് പതിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈൻസ് ആണിത്. മനസ്സിലായോ? This is called hydrogen atom spectrum. Hydrogen atom spectrum. ഇങ്ങനെ ഒരുപാട് ലൈൻസ് കിട്ടും. ഇനി കുറച്ചുകൂടി പിന്നെ ഫൈൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ, ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല റെസൊല്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ക്യാമറ ഫോട്ടോ എടുക്കുന്ന, ഇപ്പൊ ക്യാമറ മൊബൈൽ ഉപയോഗിച്ചെടുക്കുമ്പോഴും അതിന്റെ സൂം ലെവല് മാറും. അപ്പൊ കുറെ കൂടി സൂം ലെവല് കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്പെക്ട്രയിൽ ഇൻ ടേംസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി റെസൊല്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ ലൈനിന് പകരം ഈ 2 ലൈനാണ് എനിക്ക് കിട്ടുക. ഒരു ലൈനിന് പകരം 2 ലൈൻസ് ആണ് കിട്ടുക. ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ ലൈനും ഡബിളറ്റ് ആയിട്ട് കാണും. ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു ലൈന് സ്പ്ലിറ്റ് ചെയ്ത് 2 ലൈനായി മാറും. ഇഫ് ഇറ്റ് ഈസ് പുട്ട് ഇൻ പ്രസൻസ് ഓഫ് എ
മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അത് ഈ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ലൈനും പിന്നീട് ഓരോ ഡബിളറ്റ് ആയിട്ടാണ് കാണുക. മനസ്സിലായോ? അതിന് പറയുന്ന പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ, സീമാൻ ഇഫക്റ്റ്, സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? അവിടെ അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇതാണ് ആ ലോ റെസൊല്യൂഷൻ സ്പെക്ട്ര. പിന്നെ ലോ റെസൊല്യൂഷനിൽ കിട്ടുന്ന സ്പെക്ട്ര ഇതാണ്. ഇതിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ലൈൻസ് വന്നത് എന്ന് ആർക്ക് പറയാൻ സാധിച്ചില്ല? റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് പറയാൻ സാധിച്ചില്ല. അത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആരാ? ഈ ലൈൻസിന്റെ ഇവിടെ നോക്കൂ, ഈ ലൈൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? യെസ്, ആരോ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയില്ല. ഇതില് ബോർ ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷെ അതിന് മുമ്പേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർ ആറ്റം മോഡൽ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലൈൻസ് ഒക്കെ പറഞ്ഞതെങ്കിൽ ഈ ലൈൻസ് അതിനു മുമ്പേ വേറൊരാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോ ചെറിയ ക്ലാസ്സിൽ കേട്ട് കാണും, റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ? RITZ, റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ. ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. അതിനു മുമ്പേ ഈ ലൈൻസ് എങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾ ആദ്യം ഈ ലൈൻസ് നോക്കുക. ഈ ലൈൻസിൽ കുറെ സീരീസ് കാണാം. ഇതൊരു സീരീസ് ആണ്, സീരീസ്. ഇത് വേറൊരു സീരീസ് ആണ്. ദിസ് ഈസ് അനദർ സീരീസ്. ഒരു വോയിസ് മ്യൂട്ട് ചെയ്യണേ. ഇത് വേറൊരു സീരീസ് ആണ്, കാണാം. ദിസ് ഈസ് അനദർ സീരീസ്, സെക്കൻഡ് സീരീസ്, ഇങ്ങനെ തേർഡ് സീരീസ്. ദിസ് ഈസ് ദ തേർഡ് സീരീസ്. ഇത് മൊത്തം തേർഡ് സീരീസ് ആണ്. അതിനൊരു സീരീസ് ഓഫ് ലൈൻസ് കാണാം. അതിൽ ഒരു സീരീസ്, ഓരോ സീരീസിന് ഓരോ പേരുണ്ട് അല്ലെ? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, ഹംഫ്രി സീരീസ്, അങ്ങനെ കുറെ സീരീസ് പഠിച്ചിട്ടുണ്ട്. ഓരോ സീരീസും ഒരുപാട് ലൈൻസ് കൂടിയിട്ടുണ്ടായതാണ്. ഇപ്പോ ഇതിൽ ബാൽമർ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ബാൽമർ സീരീസിലെ ഫസ്റ്റ് ലൈനാണിത്, ലൈൻ നമ്പർ 1. ഇത് സെക്കൻഡ് ലൈനാണ്, ഇത് തേർഡ് ലൈനാണ്, ഫോർത്ത് ലൈൻ. ഇങ്ങനെ ഒരുപാട് ലൈൻസ്. അങ്ങനെ ലൈൻസിന്റെ എണ്ണം കൂടി വരുന്നതിന് അനുസരിച്ച് അതിന്റെ സ്പേസ് കുറഞ്ഞു വരും, ക്ലോസ്ലി സ്പേസ്ഡ് ആയി മാറും. മനസ്സിലായോ? അപ്പൊ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ ലൈൻസ് ശരിക്കും കാണൂല, ഒരു ബാൻഡ് പോലെ കാണുക. കണ്ടോ, ഇവിടെ കുറച്ച് കട്ടിയിൽ, ഈ ഭാഗത്ത് കുറച്ച് കട്ടിയിലാണ്, ഒരു ബാൻഡ് പോലെ. അത് ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ആണ്. ഇനി ബാൽമർ സീരീസിലുള്ളത് മാത്രമേ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ഈ ലൈൻസ് മാത്രമേ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ? അത് മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ റീജിയനിൽ വരുള്ളൂ. നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിയാൽ ഇവിടെ കാണാം. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെ? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ലൈറ്റിന്റെ അല്ലെങ്കിൽ റേഡിയേഷന്റെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ. ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടി വരികയാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്താണ്? ആരെങ്കിലും ഒരാൾ പറയും. ഒരു വേവിന്റെ ലെങ്ത് ആണ് അല്ലെ? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വേവിന്റെ ലെങ്ത്. ഒരു വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രഫ് ഒരു ക്രസ്റ്റും കൂടിയിട്ടുള്ളതാണ്. ഒരു ട്രഫിന്റെയും ക്രസ്റ്റിന്റെയും ലെങ്ത് ആണ്. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്, ദിസ് മച്ച് ലെങ്ത്. സോ ദാറ്റ് ഫോംസ് എ കംപ്ലീറ്റ് വേവ് അല്ലെ? സോ ആ ലെങ്ത് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കൂടി വരുന്നത് കാണാം റൈറ്റ് സൈഡിലേക്ക്. ഇങ്ങനെയാണ് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വേവ് ലെങ്തിനനുസരിച്ച് ഓരോ റേഡിയേഷന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻ ആണ് ഗാമ റേഡിയേഷൻ. പിന്നെ വരുന്നത് എക്സ്റേ, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. അതിനെ ഈ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡിന് ഇടയിൽ ചെറിയൊരു സ്പേസിലാണ് ആരുള്ളത്? നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിൾ റേഡിയേഷൻ ഉള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ നാനോ ഈ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ഇവിടെ. ലാംഡ വേവ് ലെങ്ത് സാധാരണ ലാംഡ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ നമ്മൾക്ക് ഈ ഹൈഡ്രജൻ ആറ്റം തരിക
ഇതുപോലുള്ള ഒരുപാട് ലൈൻസ്, അതിൽ ചില ലൈൻസ് മാത്രം എവിടെ വരും? നമ്മുടെ വിസിബിൾ റീജിയനിൽ വരും. പിന്നെ ഒരു സീരീസ് വരുന്നത് ലൈമാൻ സീരീസിലാണ്. ബാക്കി എല്ലാ സീരീസും വരുന്നത് പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി എന്ന് പറയുന്ന ബാക്കി എല്ലാ സീരീസും വരിക എവിടെയാണ്? അൾട്രാ വയലറ്റ് റീജിയനിലാണ് അല്ലേ? ലൈമാൻ സീരീസ് എവിടെയാ വരുന്നത്? ഫോർഗോട്ട്. ലൈമാൻ സീരീസ് അൾട്രാവയലറ്റ്. Lehman series ആണ് ultraviolet. This is in ultraviolet. This is in visible, and all these are in infrared. IR. Infrared ഷോർട്ട് ആയിട്ട് കാണിക്കുന്നതാണ് IR region. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം തരുക. എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം കിട്ടുന്നത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ലോ പ്രഷറിൽ ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ it absorbs that electrical energy and hydrogen molecule gets dissociated to hydrogen atom, and the excess energy obtained by each hydrogen atom is emitted back in the form of radiation, and it will give you lines in the photographic plate, and these lines together is known as hydrogen atom spectra. So we have a series of we have a number of series of lines, and each series is given a specific name of scientist. First line, first series is Lehman series, which falls in the UV region. Second series is in the visible region, which is called Balmer series. Then we have all ultraviolet, infrared region series, which are passion, bracket, fund, etc. ഇത് നമ്മളെ ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇതിന് ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ബാൽമർ എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. ബാൽമർ. അപ്പൊ ഇവിടെ അയാളുടെ പേരിലാണ് ഈ വിസിബിൾ റീജിയനിലുള്ള സ്പെക്ട്ര അറിയപ്പെടുന്നത്. ഈ ബാൽമർ gave an explanation. He said wave number of each line can be calculated by using a constant that is given by RH into 1/2 square minus 1/n square. This is called Balmer formula. So he gave the first explanation on each ഓരോ ലൈനിന്റെ ഈ ലൈൻ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ലൈൻ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? ഓരോ വേവ് ഇപ്പൊ ബാൽമർ സീരീസിലെ ഫസ്റ്റ് ലൈനിന്റെ വേവ് ലെങ്ത് എത്രയാ? ബാൽമർ സീരീസിലെ ഫസ്റ്റ് ലൈനിന്റെ വേവ് ലെങ്ത് എത്രയാ? അവിടെ നോക്ക്. 365 വെളുത്തുന്ന ഇടത്തോട്ടാ വരണേ കേട്ടോ. ഫസ്റ്റ് ലൈൻ ഇതാണ് 656 കേട്ടോ. 656 ആണ്. വേവ് ലെങ്ത് കുറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് കൂടും? വേവ് ലെങ്ത് കുറയുമ്പോൾ എനർജി കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് കേട്ടോ. വേവ് ലെങ്ത്തും പിന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും പിന്നെ വേവ് നമ്പറും വേവ് ലെങ്ത്തും എനർജിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ പിന്നെ അറിയാന്നുള്ള പിന്നെ അനുമാനത്തിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ വേവ് ലെങ്ത്തും പിന്നെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു അല്ലേ? സോ വേവ് നമ്പറും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താ? വേവ് നമ്പർ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ സി ആണ്. വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ സി. സോ ദിസ് ഈസ് കോൾഡ് വേവ് നമ്പർ. ഇത് നമ്മുടെ സ്പെക്ട്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ മോളിക്കുലാർ സ്പെക്ട്രം ഒക്കെ വേവ് നമ്പറിന്റെ ഓർഡറിലാണ് ഉണ്ടാവുക. ഇപ്പൊ നേരെ ഇവിടെ ഈ സ്പെക്ട്ര ഏതിന്റെ ഓർഡറിലാണ് ഉള്ളത്? വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണ് ഉള്ളത് അല്ലെ? സാധാരണ മോളിക്കുലാർ സ്പെക്ട്രം ഒക്കെ അധികം ഉണ്ടാവുക വേവ് നമ്പറിന്റെ ഓർഡറിലാണ്. ഇനി എന്താണ് വേവ് ലെങ്ത്, എന്താണ് പിന്നെ ഫ്രീക്വൻസി, എന്താണ് വേവ് നമ്പർ എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. സോ ഇതിലെ ഓരോ ലൈനിന്റെയും വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ആദ്യമായിട്ട് ബാൽമർ തന്നിരിക്കുന്നത്. അതിൽ n എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ, ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് വേരിയബിൾ ഇസ് n. ഈ n ആണ്.
n കാണുന്നത് ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത്. ആ n എന്ന് പറയുന്നത് പിന്നെ എവിടുന്നാണ് ആ പിന്നെ എവിടത്തേക്കാണ് ആ ലൈന് വരുന്നത്. ഇപ്പോ ഇവിടെ നോക്കുക, ഒന്നാമത്തെ കേസ് നോക്കുക, ഇവിടെ നോക്കുക, ഇതില് സെക്കൻഡ് ലൈൻ, അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയും, ഒരു ഇക്വേഷനും കൂടി പറയാനുണ്ട്, അത് കൂടി കഴിഞ്ഞിട്ട് പറയും. ഈ ബാൽമർ സീരീസ് ഉപയോഗിച്ച് ഇതിലെ എല്ലാ ലൈൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഓൾ ദീസ് ലൈൻസ് ക്യാൻ ബി കാൽക്കുലേറ്റ്. ലൈൻസ് എന്ന് പറഞ്ഞാൽ ആ ലൈൻസിന്റെ എല്ലാ ലൈൻസിന്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? യു ഹാവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് നമ്പർ ആൻഡ് വേവ് ലെങ്ത്. എന്താണ് വേവ് നമ്പറും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ? What is the relationship between wave number and wavelength? 1 by lambda. 1 by lambda. Reciprocal of wavelength is wave number. അപ്പോൾ നിങ്ങൾ ഇത് മൂന്നും തമ്മിൽ കണക്ഷൻ ഉള്ളതായിട്ട് കാണും. മൂന്നും തമ്മിൽ കണക്ഷൻ ഉള്ളതായിട്ടാണ്. അതുപോലെ വേവ് നമ്പറും എനർജിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. E is equal to h nu. This is the relation connecting energy and frequency. അല്ലേ? നിങ്ങൾക്ക് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഇവിടെ ഉണ്ട്. ഫ്രീക്വൻസിയും വേവ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഇവിടെയുണ്ട്. സോ യു ക്യാൻ കണക്ട് വേവ് നമ്പർ ആൻഡ് എനർജി, വേവ് ലെങ്ത് ആൻഡ് എനർജി, ഫ്രീക്വൻസി ആൻഡ് എനർജി യൂസിങ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറം അല്ലെ? പ്ലാങ്ക്സ് ഇക്വേഷൻ ഉപയോഗിച്ച് എനർജി അടക്കം കാൽക്കുലേറ്റ് ചെയ്യാം. ഒരുപാട് റിലേഷൻഷിപ്പ് ഇവിടുന്ന് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായിട്ടൊരു പിന്നെ ഈ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ, കൃത്യമായിട്ടുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫോർമുല ബാൽമർ ഫോർമുലയാണ്. അതിനുശേഷമാണ് just after that Rydberg came in and he gave an equation that can be used to calculate each and every line in the hydrogen atom spectrum, and that equation is 1 by n1 square minus 1 by n2 square. ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ഇവിടെ 2 സ്പെസിഫിക് ആയിട്ട് എടുത്തു. ഇവിടെ 2ന് പകരം വേറൊരു നമ്പർ എടുത്തു, n1 n2. ഇവിടെ ഈ സ്പെക്ട്രത്തില് നിങ്ങൾക്ക് കാണാം n1 n2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്പെക്ട്രത്തിൽ കാണാം. ഓരോ സീരീസിന്റെ കേസിൽ n1 കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ബാൽമർ സീരീസിന്റെ കേസിലാണെങ്കിൽ n1 എപ്പോഴും 2 ആയിരിക്കും. അപ്പോ പിന്നെ പാഷൻ സീരീസിന്റെ കേസിലാണെങ്കിൽ n1 എപ്പോഴും 3 ആയിരിക്കും. n2 മാത്രമേ മാറുള്ളൂ. മനസ്സിലായോ? ലൈമാൻ സീരീസിന്റെ കേസിലാണെങ്കിൽ n1 എപ്പോഴും 1 ആയിരിക്കും. n2 മാത്രമേ മാറുള്ളൂ. സോ ദിസ് ഇക്വേഷൻ is Rydberg equation. And ഇവിടെ RH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു നമ്പർ ആണ്. ദാറ്റ് നമ്പർ ഈസ് 109677. ഇനി ഇത് ഫ്രീക്വൻസി ഇത് കിട്ടുക, യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് കിട്ടുക, അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സിലാണ് കിട്ടുക. സാധാരണ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് കിട്ടുക. സ്പെക്ട്രോസ്കോപ്പി സാധാരണ സെന്റിമീറ്റർ ടേമിലാണ് പറയാം. സ്പെക്ട്രോസ്കോപ്പിക് ടേമിൽ വേവ് നമ്പർ സാധാരണ പറയാം സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. സോ ദിസ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് Rydberg constant. അവിടെ H എന്ന് കാണുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണെന്ന് കേട്ടോ. H ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ മാത്രമല്ല, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ കേസിലും ഉൾപ്പെടുത്താം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഹീലിയം പ്ലസ്, He+ന്റെ കേസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് 1. ലിഥിയം 2+, ആ കേസിലും ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ ഉള്ള എല്ലാ കേസിലും ഈ ഇക്വേഷൻ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. സോ ദിസ് ഈസ് Rydberg formula. അപ്പൊ Rydberg ഫോർമുലയിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. Rydberg ഫോർമുല, യു ഹാവ് വേവ് നമ്പർ ഇസ് ഈക്വൽ ടു 109677 into 1 by n1 square minus 1 by n2 square. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു സീരീസിന്റെ കേസിൽ n1 കോൺസ്റ്റന്റ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ n1 1 വരുന്ന എല്ലാ ലൈനും ലൈമാൻ സീരീസിൽ മാത്രമേ വരുള്ളൂ. ഇഫ് n1 is 1,
all lines will fall in the Lyman series. So n2 യുടെ value നോക്കുക, n2 should always be greater than n1. n2 എപ്പോഴും n1നേക്കാൾ കൂടുതലായിരിക്കണം, ഒരു കാരണവശാലും കുറയാൻ പാടില്ല. പിന്നെ എപ്പോഴും n1 n2 ഇന്റിജർ ആയിരിക്കും കേട്ടോ, ഫ്രാക്ഷൻ വരില്ല. സോ n2 in this case can be 2, n2 can be 3, n2 can be 3, n2 can be 4, n2 can be 5, etc. ഇങ്ങനെ പോകും. അപ്പൊ n1 എപ്പോഴും എന്തായിരിക്കും? n1 എപ്പോഴും 1 ആയിരിക്കും ലൈമാൻ സീരീസിന്റെ കേസ്. അപ്പൊ നമ്മൾക്ക് ഒരു കോമ്പിനേഷൻ കിട്ടി ഇവിടെ. എന്താണ് ആ കോമ്പിനേഷൻ? ഒരുപാട് കോമ്പിനേഷൻ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. 1-1 എന്നുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാം അല്ലേ? 1-1 എന്ന് പറഞ്ഞാൽ n1 is 1, n2 is 1. സോറി, n2 1 വരാൻ പാടില്ലല്ലോ, വരാൻ പാടില്ല. n2 should be 2, n2 should be 2. സോ 1-2 ഒരു കോമ്പിനേഷൻ ആണ്. അടുത്ത കോമ്പിനേഷൻ ഏത് വരാം? 1-3 കോമ്പിനേഷൻ വരാം, അതായത് n2 3 ആണ് ആ കേസിൽ. 1-4 കോമ്പിനേഷൻ വരാം, 1-5 കോമ്പിനേഷൻ വരാം, ഇങ്ങനെ പോകുന്നു. ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? ദിസ് ഈസ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ലൈമാൻ സീരീസ്. നമ്മൾക്ക് ഒരാൾക്ക് ഓരോ അഡ്രസ് ഉണ്ട് അല്ലേ? അതുപോലെ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തിന്റെ ലൈമാൻ സീരീസിലെ ഒന്നാമത്തെ ലൈനിന്റെ അഡ്രസ് ആണ് 1-2 എന്ന് പറയുന്നത്. മനസ്സിലായോ? 1-2. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആ ലൈനിന്റെ ഫ്രീ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ വേവ് നമ്പർ ആസ് 109,677 1/n1². n1 എന്താണ്? 1 ആണ്. നോക്കുക, n1 ഈ കേസിൽ 1 ആണ്. n1. സോ 1/1² മൈനസ് 1/n2 എന്ന് പറയുന്നത് 2 ആണ്. n2 is 2. So 1/2². ഇത് നിങ്ങൾക്ക് സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 109,677 ഇൻറ്റു 1 മൈനസ് 1/4. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന വേവ് നമ്പറിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? വേവ് ലെങ്ത് ആക്കി മാറ്റാം അല്ലേ? വേവ് ലെങ്ത് ആക്കി മാറ്റണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് 1/nu⁻. ഇങ്ങനെ 1/nu⁻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് നമ്പർ കിട്ടും. ആ വേവ് നമ്പർ സേ സം നമ്പർ ഇൻറ്റു, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. സപ്പോസ് 1.22 അല്ലെങ്കിൽ 1.22 ഇൻറ്റു 10⁻⁻⁷ മീറ്റർ എന്നാ കിട്ടിയെന്ന് നോക്കുക. മീറ്റർ that can be written as 122 into 10⁻⁹ മീറ്റർ. ഇങ്ങനെ എഴുതാം അല്ലേ? ഈ 10⁻⁹ നമ്മൾ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക? നാനോമീറ്റർ. നാനോ. 10⁻⁹ is a prefix nano, n. So it is nanometer. 10⁻⁹ നാനോമീറ്റർ അല്ല, നാനോ മാത്രമാണ് കേട്ടോ. ദാറ്റ്സ് എ സിംപ്ലി എ പ്രിഫിക്സ്. ആ മീറ്റർ കൂടിയാണ് നാനോമീറ്റർ. അപ്പോൾ 122 നാനോമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പെക്ട്രയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പെക്ട്രയില് നമ്മളിപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ലൈമാൻ സീരീസിലുള്ളതാണ് അല്ലേ? ലൈമാൻ സീരീസിൽ 1-2 എന്നുള്ള ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു 122 നാനോമീറ്റർ കാണാം. ദർ ഇസ് എ 122 നാനോമീറ്റർ. സോ ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഇൻ ദ ലൈമാൻ സീരീസ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അറിയാമെങ്കിൽ, ഏതാണ് ആ കോമ്പിനേഷൻ? ഈ കോമ്പിനേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലൈൻസിന്റെയും ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ സപ്പോസ് മൈ കോമ്പിനേഷൻ ഇസ് ദിസ് 4-5. ഇതാണ് എന്റെ കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഏത് സീരീസിലാണ് വരിക? ആർക്കും പറയാൻ പറ്റുമോ? Can someone tell me which series it falls? ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെ സീരീസ് ആണുള്ളത്. ലൈമാൻ, ബാൽമർ, പിന്നെ അടുത്ത ഏതാണ്? ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. പിന്നെ ഒരാൾ കൂടിയുണ്ട്.
The fourth one is Humphrey. ഈ കേസിൽ എപ്പോഴും N1 1 ആയിരിക്കും. ഈ കേസിൽ N1 2, N1 3, N1 4, N1 5, N1 6, N2 മാത്രമേ മാറുള്ളൂ. അപ്പൊ N1 ഇതിൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കുക, ഈ നമ്പർ നോക്കിയിട്ട് അത് ഏത് സീരീസ് ആണ്? N1 4 ആണ്. N1 4. ഇവിടെ N1 4 ഉള്ളത് ബ്രാക്കറ്റ് സീരീസ് ആണ്. സോ ഷീ ഈസ് കറക്റ്റ്. It falls in the infrared region, and it falls in the bracket series. ഈ ബ്രാക്കറ്റ് സീരീസിൽ എത്രാമത്തെ ലൈനാണ് ഇത് എന്ന് പറയാൻ പറ്റുമോ? ബ്രാക്കറ്റ് സീരീസിലെ എത്രാമത്തെ ലൈനാണ് ഈ കോമ്പിനേഷൻ 4, 5 എന്നുള്ളത്? Anyone? Exactly. That falls in the first line. First line ആണ്. കാരണം N1 4 ആയാല് N2 സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ലാണ് അല്ലേ? N2 ഒരിക്കലും 4-ൽ താഴെയോ 4-ഓ ആവാൻ പാടില്ല. So it should start with 5. So first line bracket സീരീസിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 4, 5 ആണ്. സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് 4, 6 ആണ്. തേർഡ് ലൈൻ എന്ന് പറയുന്നത് 4, 7 ആണ്. ഇങ്ങനെ പോകുന്നു. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതാണ് നമ്മുടെ എന്താണ് റീഡ്ബർഗ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തിന്റെ ഓരോ ലൈനിന്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും വേവ് നമ്പറും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അവിടെ ഇത് ഒരു തിയറത്തിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല തന്നിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ബേസ്ഡ് ഓൺ സം കോമ്പിനേഷൻസ്, ആൻഡ് ദിസ് കോമ്പിനേഷൻ ഇസ് കോൾഡ് റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ. റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിവൈസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആദ്യമായിട്ട് കൊടുത്തത് ആരാണ്? ബോർ ആറ്റം മോഡലാണ്. മനസ്സിലായോ? റുദർഫോർഡ് അല്ല, ബോർ ആറ്റം മോഡലാണ് ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പൊ നമ്മൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ് മുതൽ ഞാനിപ്പോ നിങ്ങളുടെ അറ്റോമിക് സ്ട്രക്ചറിന്റെ ആദ്യത്തെ 2 ക്ലാസ്സും വളരെ സ്ലോ ആയിട്ടാണ് പോയത്. ഇനി അങ്ങോട്ട് നമ്മൾക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ടുവിന്റെ ചാപ്റ്റർ നോക്കിയാൽ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നതിന്റെ ഒരു 10, 20%, 25% പ്ലസ് ടു പഠിച്ച കാര്യങ്ങളായിരിക്കും. ബാക്കിയുള്ള ഒരു 10-70% മാത്രമേ, അല്ലെങ്കിൽ 80% മാത്രമേ നിങ്ങൾക്ക് പുതുതായിട്ട് കാണാനുണ്ടാവുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വളരെ കൃത്യമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്കൊരു സിമ്പിൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇനി വേവ് ലെങ്ത്, വേവ് നമ്പർ, ഫ്രീക്വൻസി, അതിന്റെയൊക്കെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെക്കണം. ആ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 ഇക്വേഷൻ അതിനെ ബേസ്ഡ് ഒക്കെ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മിസ് ചെയ്യാൻ പാടില്ല. All right, so now I'll give you an example, a question. You have to tell me the answer. Now calculate the wavelength of the third line in the Humphrey series of hydrogen atom spectrum. Hydrogen atom spectrത്തിലെ ഹംഫ്രി സീരീസിലെ തേർഡ് ലൈനിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഒരു ഡാറ്റയും നിങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു ഡാറ്റയും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ അത് വെച്ച് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. പെട്ടെന്ന് കാൽക്കുലേറ്റ്. എന്റെ ആൻസർ പറയാം. ആൻസർ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. കിട്ടിയ ആൻസർ ചാറ്റ് ബോക്സിൽ ഇടുക. നാനോമീറ്ററിലായിക്കോട്ടെ ആൻസർ ഷുഡ് ബി നാനോമീറ്റർ.
your answer should be in nanometer. So do it fast. അടുത്ത ക്ലാസ് മുതൽ എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം കേട്ടോ. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലേ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റർ മുമ്പിൽ വെക്കുക. ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടാണ്. അറ്റോമിക് സ്ട്രക്ചറും ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആണ്. അടുത്ത ക്ലാസ് മുതൽ ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. Anyone got the answer? Someone? No. എനിക്ക് പേഴ്സണൽ ആയിട്ട് അയക്കാൻ പാടുള്ളൂ കേട്ടോ. എവ്രി വൺ എന്നുള്ളടത്ത് അയക്കാൻ പാടില്ല. You should select my name and send your answer. ചാറ്റ് ബോക്സിൽ എൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അയക്കാം. കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. കാൽക്കുലേഷൻ എത്രമാത്രം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാം എക്സാമിന്. അടുത്ത ക്ലാസ് നമ്മളെ എല്ലാ ക്ലാസ്സും രാവിലെ 8:30 ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും എൻ്റെ ക്ലാസ് ഉണ്ടാവും രാവിലെ 8:30 മുതൽ 9:30 വരെ. ഇന്ന് പിന്നെ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് 8:45 ചെറിയൊരു പിന്നെ സാങ്കേതിക തടസ്സം വന്നുകൊണ്ടാണ് 8:45 തുടങ്ങേണ്ടി വന്നത്. ഇനി എല്ലാ ക്ലാസ്സുകളും 8:30 മുതൽ 9:30 വരെയായി. Anyone got the answer? Let me give you how to do it. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കാണേണ്ടത് നോക്കുക, ഒന്ന് തന്നിരിക്കുന്നത് ഹംഫ്രി സീരീസ് തന്നിട്ടുണ്ട് അല്ലെ. ഹംഫ്രി സീരീസ് കണ്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? n1 is equal to 6 എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുക. n1 6 അല്ലേ ഹംഫ്രി സീരീസ് അല്ലേ? Yes or no? Yes sir. Yes. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം തേർഡ് ലൈൻ എന്നാണ്. തേർഡ് ലൈൻ ഹംഫ്രി സീരീസ് n1 is equal to 6. അപ്പൊ ഹംഫ്രി സീരീസിലെ ലൈൻസ് ഒക്കെ എങ്ങനെ വരുക? 6, 7 ആണ് ഫസ്റ്റ് ലൈൻ അല്ലേ. 6, 8 ആണ് സെക്കൻഡ് ലൈൻ അഡ്രസ്, സെക്കൻഡ് ലൈൻ്റെ അഡ്രസ്. 6, 9 ആണ് തേർഡ് ലൈൻ്റെ അഡ്രസ്. തേർഡ് ലൈൻ അവിടെ എപ്പോഴും 6 കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ഹംഫ്രി സീരീസിലെ n1 എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾക്ക് എന്ത് കിട്ടി? n2 കിട്ടി അല്ലേ. വി ഗോട്ട് n2 is 9. n2 is 9. So n1 is 6, n2 is 9. Now you have to use the Rydberg equation. Nu bar is equal to 109,677 into 1 by n1 square. n1 is 6 square minus 1 by 9 square. 1 by 9 square. വേറൊരു ആള് കൂടി ആൻസർ പറഞ്ഞിരുന്നു. 5.9 into 10 raised to minus 4 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് ന്യൂ ബാർ കിട്ടും. അത് നോക്കുക, ന്യൂ ബാർ നോക്കുക. എന്നിട്ട് ലാംഡയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ദിസ് ന്യൂ ബാർ. ഈ ന്യൂ ബാർ കിട്ടും എന്തിലാണ് നോക്കുക, നിങ്ങൾ യൂണിറ്റ് തെറ്റിക്കരുത്. ന്യൂ ബാർ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആണെങ്കിൽ ഇവിടെ ലാംഡ തന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാനോമീറ്ററിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ അത് മീറ്ററിലാണുള്ളത് അല്ലെ. നാനോ എന്നുള്ളത് പ്രിഫിക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ മീറ്റർ. മീറ്ററിലാണെങ്കിൽ ഈ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക സെന്റിമീറ്ററിലാണ്. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം.
ഇത് ഒന്നുകിൽ സെന്റിമീറ്ററിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക്, സെന്റിമീറ്റർ ഇൻവേഴ്സിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് സെന്റിമീറ്റർ കിട്ടുന്നത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ആൻസർ ചെയ്യും. അപ്പൊ ആൻസർ ഇപ്പൊ 2 പേര് പറഞ്ഞ 2 ആൻസർ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആകെ 2 പേരെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ആൻസർ പറയാം എല്ലാവരും. സോ വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇനി എന്ത് ചെയ്യുക? ഇതിന് ശേഷം ക്ലാസ് എക്സിറ്റ് ചെയ്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അടുത്ത ക്ലാസ് മുതൽ ഞാൻ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ എടുത്തു പോകും കേട്ടോ. നമുക്ക് മാക്സിമം ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ പാർട്ട് തീർക്കണം. ഓക്കെ, റൈറ്റ്. Thank you, sir. You can exit. Thank you, sir. Thank you, sir. Sandra. Amina Shirin.